തൗഫീഖ് അസ്ലം കൂടി എന്നോടൊപ്പം ഉണ്ട് ഡൽഹിയിലും. തൗഫീഖ്, അവരുടെ ജാമ്യ ഹർജി ഏത് കോടതി എപ്പോഴാണ് എടുക്കുന്നത്? ഇന്നാണല്ലോ അത്. അനിഷാദ്, ജില്ലാ കോടതിയിലായിരിക്കും ഇന്ന് ജാമ്യ ഹർജി നൽകുക. ഇന്ന് തന്നെ കോടതി ഇത് പരിഗണിക്കുമെന്നാണ് സഭാ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗം ഈ രണ്ട് കന്യാസ്ത്രീകളെയും വിട്ടു നൽകണമെന്നാണ് ഈ ജാമ്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് വലിയ അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസ് നോക്കി നിൽക്കെ ആയിരുന്നു ബജറംഗ് ദൾ പ്രവർത്തകർ ഉൾപ്പെടെ ഇവരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിൽ കേസെടുക്കാൻ പോലീസിന് നിർബന്ധം ചെലുത്തുകയും എല്ലാമായിരുന്നു. അതുകൊണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ തന്നെ ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹർജി കോടതിയിൽ സമർപ്പിക്കുമെന്നിപ്പോൾ സഭാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. എന്തായാലും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ രണ്ട് കന്യാസ്ത്രീകളും ഇന്ന് പുറത്തിറങ്ങുകയും ചെയ്യും. ഒപ്പം അവരെ ഇന്നലെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യവും കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. പോലീസ് നോക്കി നിൽക്കുകയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായി. ഇതിനു മുമ്പും ഛത്തീസ്ഗഡിന്റെ വിവിധയിടങ്ങളിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ പിടിച്ചു നിർത്തുകയും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തത്. അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് കൂടി ഇപ്പോൾ ആവശ്യം ഉയരുന്നുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് ഇന്നലെ തന്നെ കത്തെഴുതുകയും ഇവർക്കെതിരെ ഈ ആക്രമണം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കേസുമായി മുന്നോട്ട് പോകാനും ഈ ജാമ്യ ഹർജി നൽകാനുമായിട്ട് സഭാ നേതൃത്വം തീരുമാനിച്ചത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി നൽകും. ഇന്ന് ഉച്ചയോട് മുമ്പ് തന്നെ കോടതി ഇത് പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി.